ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഒരു സാമ്പാർ ഉണ്ടാക്കുവാണേ. പരിപ്പൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇട്ടു. പച്ചക്കറികൾ എല്ലാം തന്നെ ഒട്ടുമിക്കതും തന്നെ ഞാൻ ഇട്ടു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്? പരിപ്പ് ആദ്യം വേവിച്ചിട്ടാണോ പിന്നീടാണോ പച്ചക്കറികൾ ഇടുന്നതെന്ന്? അല്ല കേട്ടോ, ഞാൻ പച്ചക്കറികളും പരിപ്പും കൂടെ ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക അതൊന്നും ആദ്യം തന്നെ ഇടത്തില്ല കേട്ടോ. അല്ലാത്ത പച്ചക്കറികളെല്ലാം ചേർത്ത് ഒരു 2 വിസിലടിപ്പിക്കും. അതിനുശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് തുറക്കുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അതിനുശേഷം ഞാനൊരു തവി വെച്ച് അതൊന്ന് ഉടച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മക്കൾ പച്ചക്കറികൾ കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെയാണെങ്കിൽ എനിക്ക് പക്ഷേ പച്ചക്കറികൾ ഓരോന്ന് എടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം കൊച്ചുള്ളി, തക്കാളി, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക എല്ലാം ഇട്ട് വിസിലടിക്കത്തില്ല, ഒന്ന് ആവി കയറ്റും. അപ്പോൾ തന്നെ അതങ്ങ് വെന്ത് കിടക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും കൂടെ ചേർക്കും കേട്ടോ. സാമ്പാർ പൊടി അധികം കൂടുതൽ തന്നെ ചേർക്കും. എല്ലാ പൊടി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം കലക്കി ആ സാമ്പാറിലോട്ട് ഞാൻ ഒഴിക്കും. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കും. അപ്പോഴുണ്ടല്ലോ, രണ്ടാമതിട്ട പച്ചക്കറികളൊന്നും തന്നെ ഉടഞ്ഞു പോകത്തില്ല. പിന്നെ മല്ലിയില എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒഴിയാത്തൊരു സാധനമാണ് കേട്ടോ. മല്ലിയില ഞാൻ എപ്പോഴും ഇത് കരുതും. എനിക്ക് രസത്തിലായിക്കോട്ടെ, ചിക്കനിലായിക്കോട്ടെ, മുട്ടക്കറി, അങ്ങനെയുള്ള എല്ലാ കറിയിലും മല്ലിയില ഞാൻ ഒഴിവാക്കത്തില്ല കേട്ടോ. അതേ നോക്കിയ സാമ്പാറിനകത്ത് ഓരോ കഷ്ണങ്ങളും അധികം നല്ലവണ്ണം ഞാൻ ഉടയ്ക്കാത്ത കഷ്ണങ്ങളെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് കടുക് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വറ്റൽമുളകിട്ടു, കരിവേപ്പില ഇട്ടു, എല്ലാം ഇട്ട് നല്ല രീതിക്കൊന്ന് കടുക് താളിച്ചൊഴിച്ചേ. പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം ചേർത്തു, മെയിനായിട്ടുള്ള കാര്യം, അത് എടുക്കാൻ മറന്നുപോയി. കായം ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ എടുത്തില്ല, മറന്നുപോയി. ഇതാണ് എൻ്റെ സാമ്പാർ, ഞാനുണ്ടാക്കിയ സാമ്പാറിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടമാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ മക്കൾ പച്ചക്കറി കഴിക്കത്തില്ലെന്ന് മാത്രം. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പുട്ടാണേ. ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളവും കൂടെ ചേർത്താണ് കുഴച്ചത് മാവ്. അങ്ങനെ നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കി. പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടല്ലോ, പതിവ് പോലെ ചായ, എന്നത്തെയും പോലെ തന്നെ വിത്തൗട്ട് എനിക്കും മക്കൾക്ക് കുറച്ച് മധുരവും കൂടെ ചേർത്ത് ചായയൊക്കെ റെഡിയാക്കി മോന് ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു. രാവിലെ സ്കൂളിൽ പോകണമല്ലോ. പക്ഷെ ഭയങ്കര പിടുത്തമില്ല കേട്ടോ രാവിലെ ഫുഡ് കഴിക്കാനായിട്ട്. കാര്യം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ചെറുപഴവും പപ്പടവും ചായ എല്ലാം കൂടെ കൊടുത്തെങ്കിലും അധികം ഒന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചിട്ട് പോയി. പക്ഷേ ഇന്ന് ഞാൻ ഫുഡ് കൊടുത്ത് വിട്ടില്ല കേട്ടോ, സ്കൂളിൽ നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് മുറ്റം തൂക്കാനും തുണി ഇളക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ മീൻകറി വെക്കാനായിട്ട് എല്ലാ തവണവും പച്ചത്തേങ്ങ അരച്ചല്ലേ വയ്ക്കുന്നത് മീൻകറി. ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തേ. ഈ തേങ്ങയൊക്കെ വറുത്തെടുക്കാനൊക്കെ അധികം സമയം വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. ഈ വറുത്തതിന് ശേഷം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടു. പിന്നെ എല്ലാ പൊടികളും ചേർത്ത് നല്ല രീതിക്കൊന്ന് വറുത്ത് കുറച്ച് നേരം നല്ല മുരിഞ്ഞ മണം വന്നപ്പോൾ ഓഫ് ചെയ്ത് കേട്ടോ. പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം ഉണ്ടല്ലോ, മിക്സിയിലോട്ട് എല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുത്തേ. അയില മീനാണ് കിട്ടിയത്. അതെല്ലാം നല്ലോണം വെട്ടിക്കഴുകി വൃത്തിയാക്കി പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചു. പിന്നെ ബാക്കി 2-3 ഉള്ളത് വറക്കാനായിട്ട് എടുത്ത് മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാര്യം ഇന്ന് മക്കൾ സ്കൂളിൽ ചോറ് കൊണ്ട് പോയില്ലല്ലോ, അതുകൊണ്ടാണേ. പിന്നെ തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം ഈ അരപ്പെടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കലക്കി വെച്ചു. പക്ഷേ ഈ കളർ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വറുത്തരച്ച് വെച്ച കളറല്ലെന്ന്. പക്ഷേ ഇത് തിളച്ച് നല്ല ഇതായിട്ട് വരുമ്പം കണ്ടോണേ, ഇത് വറുത്തരച്ച് വെച്ച മീൻകറിയുടെ കളർ തന്നെ ആയിരിക്കും. ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കറി തിളച്ച് വന്നപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ച മീനൊക്കെ എടുത്തിട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് കേട്ടോ, കുറച്ച് വെച്ച് വേവിച്ചു. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, തോന്നിട്ടൊന്നുമില്ല. പിന്നെ കറിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ കടുകൊക്കെ താളിച്ചിട്ടു കേട്ടോ. അതിനകത്ത് കടുകും വറ്റൽമുളകും മാത്രമേ ഞാൻ താളിക്കത്തുള്ളൂ, കൊച്ചുള്ളി ഇടത്തില്ല. ദേ നോക്കി, ഇപ്പോൾ നേരത്തെ കണ്ടതുപോലാണോ കറിയുടെ കളറൊക്കെ മാറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വറുത്തരച്ച് വയ്ക്കുന്ന കറിയുണ്ടല്ലോ, ഇന്ന് കൂട്ടുന്നതിനേക്കാളും പിറ്റേ ദിവസം കൂട്ടാനാണ് നല്ലത്. പിന്നെ കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയിലോട്ട് പോയി കേട്ടോ. ചെടിയൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, കുറച്ച് പൊടിയായിട്ടിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ പൊടിയൊക്കെ എടുത്ത് കളയുന്നത്. പുറത്ത് മഴ തോന്നും കേട്ടോ, കുറച്ചായിട്ട് പെയ്യുന്നതേ ഉള്ളൂ. അതെല്ലാം തട്ടിത്തൂത്ത് പൊടി എങ്ങനെ നോക്കിയാലും ഇത് എവിടെ നിന്നാണ് ഇത്രയും പൊടിയെന്നറിയത്തില്ല. നല്ല രീതിക്ക് പൊടിയുണ്ട് കേട്ടോ. ആ പൊടിയൊക്കെ തൂത്തു. പക്ഷേ എനിക്ക് ഇന്ന് തുമ്മൽ വരും, എനിക്ക് അലർജി ഉള്ളതാണ്. മാസ്കൊക്കെ വെച്ച് സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ മാസ്ക് ഒന്ന് നോക്കിയിട്ട് കൂടി എവിടെ ഇരിക്കുന്നതെന്ന് കൂടി അറിയാൻ വയ്യ.
വീടിനകത്തുള്ള ഈ പോട്ടിനകത്തെല്ലാം ഓരോ സാധനങ്ങളിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോഴാണ് ഓരോന്ന് കാണുന്നത്. സ്കെയില്, റബ്ബർ, അത് അങ്ങനെ കുറേ സാധനങ്ങൾ, കാണാതിരുന്ന സാധനങ്ങളും ഓരോ പോട്ടിനകത്തുനിന്ന് ഞാൻ തപ്പിയെടുത്ത് കിട്ടി കേട്ടോ. ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പേനയില്ല, സ്കെയിലില്ല എന്നൊക്കെ പറയും. എല്ലാ പോട്ടിൽ നിന്നും ഓരോ സ്കെയിലും പെൻസിലും ഒക്കെ കിട്ടി. പിന്നെ കട്ടിലൊക്കെ വൃത്തിയാക്കി ഇട്ടു. രാവിലെ എണീക്കുമ്പോൾ ഉണ്ടല്ലോ, തലേണ പ്രത്യേകം, തലേണ ഉറ പ്രത്യേകം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ബെഡ്ഷീറ്റെല്ലാം തറയിലായിരിക്കും കിടക്കുന്നത്. ഇവന്മാരെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഈ ഒതുക്കലൊക്കെ. ഒരു റൂം വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത റൂമിലോട്ട് പോയി അതുമെല്ലാം തട്ടിത്തൂത്തെല്ലാം വൃത്തിയാക്കി. ഞാനും മക്കളും ഒരു റൂമിൽ ഒരുമിച്ചാണ് കിടക്കുന്നത്. എന്നാലും ഈ റൂമിൽ പകലിരിക്കുമ്പോൾ ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൊത്തം ഇവിടെ കൊണ്ടുവയ്ക്കും. അടുക്കളയിൽ കിടക്കുന്ന പാത്രങ്ങൾ വരെ ചിലപ്പോൾ ഇതിനകത്ത് വരും. പറഞ്ഞിട്ടെന്തോ ഒരു കാര്യമില്ല. പിന്നെ വീടിനകം എല്ലാം വൃത്തിയാക്കി തൂത്തൊക്കെ എടുത്തേ. പുറത്ത് മഴ കുറഞ്ഞു. എന്നാൽ പിന്നെ പോയി തുണിയൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ച് തുണിയൊക്കെ കഴുകി എല്ലാം വിരിച്ചു. പക്ഷേ വെയിൽ അധികമില്ല. ഇതൊന്നും ഇനി കഴുകിയിടുന്ന ഒന്നും തന്നെ ഉണങ്ങുന്ന ലക്ഷണമില്ല കേട്ടോ. ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ടിടാം, പക്ഷേ അങ്ങ് മടിയായിപ്പോയി. അകത്തെ ജോലികളെല്ലാം ചെയ്തപ്പോൾ നല്ല ക്ഷീണം തോന്നിയേ. എന്നാൽ പിന്നെ ഇതെല്ലാം കിടന്ന് മഴയുണ്ടെങ്കിൽ നനയട്ടെ, പിന്നെ വൈകിട്ട് വേണമെങ്കിൽ എടുത്തിടാമെന്ന് കരുതി ഉള്ളതെല്ലാം കഴുകി വെച്ചതെല്ലാം തന്നെ ഞാൻ വിരിച്ചിട്ടു. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, വൈകിട്ട് പതിവ് പോലെ തന്നെ മുറ്റമൊക്കെ തൂത്ത് വഴിയും എല്ലാം തൂത്ത്. പക്ഷേ കരിയിലുകളൊന്നും തന്നെ പോകുന്നില്ല കേട്ടോ. മഴയായിരുന്നല്ലോ, ആ മണ്ണിനകത്ത് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുക. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പിള്ളേരെയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം രാത്രി ഇന്നും പുട്ട് തന്നെ. അപ്പം മക്കൾ ചോദിക്കുകയാണ്, രാവിലെയും പുട്ട് രാത്രിയും പുട്ട്. രാത്രി പക്ഷേ മാറ്റി പിടിച്ചു കേട്ടോ, ഗോതമ്പാണ്. ഞാൻ ഈ ഗോതമ്പ് പൊടി നനയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, കട്ട പോലെ ആവുന്ന പുട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് കുറേ നേരം സമയം പിടിക്കും കേട്ടോ ഈ പുട്ടിങ്ങനെ നൈസായിട്ട് നനച്ചെടുക്കാനായിട്ട്. ആദ്യമൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ പുട്ട് നനയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ബോൾ പോലെ ഉണ്ടയായിട്ട് കിടക്കും. അതത്ര ഇഷ്ടമല്ല. അത് കുറേ നാൾ ചെയ്ത് ശീലിച്ച് ഞാൻ ആ പുട്ട് നല്ല റെഡിയാക്കി എടുത്തു കേട്ടോ. ഗോതമ്പ് പുട്ടല്ലേ, ഇറങ്ങണ്ടേ എന്ന് കരുതി പതിവ് പോലെ തന്നെ ചായയൊക്കെ ഇട്ടു. എനിക്ക് വിത്തൗട്ടും മക്കൾക്ക് മധുരമുള്ള ചായയൊക്കെ ഇട്ട് പിന്നെ മക്കൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കറിയൊന്നും ഇല്ല, പ്രത്യേകിച്ച് മീൻകറിയാണ്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയ വറുത്തരച്ച ആ മീൻകറി ഉണ്ടല്ലോ, അതും കൂട്ടി 2 പപ്പടവും കൂടെ കൊടുത്തു. ഭയങ്കര പാടാണ് കഴിക്കാനായിട്ട്. എങ്കിലും ഞാൻ പറഞ്ഞു ഇന്നിത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ 2 എണ്ണത്തിനും ഇത് കഴിക്കാൻ. വല്ല പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് തന്നുകൂടായിരുന്നു. ഉള്ളതൊക്കെ കഴിച്ചാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ കറികളെല്ലാം കൂട്ടി എങ്ങനെയൊക്കെയോ ഇരുന്ന് എന്നെ പേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ നാളത്തേക്കും ജോലിയുണ്ട്, നാളെ സ്കൂളുണ്ട്, രാവിലെ തന്നെ എണീക്കണം. അങ്ങനെയൊക്കെ ഇന്നത്തെ രാത്രി അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.